ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. യേശുവേ മഹത്വം മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ ആലംബവും നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ വൈദ്യനും ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ കരങ്ങളിൽ ഈശോയിലോട്ട് നീട്ടി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ സന്നിധിയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധകർത്താവേ സ്തുതിക്കുന്ന മഹത്വപ്പെടുന്ന നാമത്തിന് സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധകർത്താവേ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾ ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, നിന്റെ നാമത്തിന് സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്താൽ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും മൗനമായി നിന്നുകൊണ്ട് ദിവ്യകാരുണ്യ തിരുസന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ. ആമേൻ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ആരാധന, ആരാധന, ഹല്ലേലൂയ. സ്വർഗം തുറന്നു നീ പറന്നിറങ്ങണമേ, പരിശുദ്ധാത്മാവേ അഭിഷേകം തരണേ.
ഉറക്കെ പാടാം. സ്വർഗം തുറന്നു നീ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ അഭിഷേകം തരണേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. കൈകൾ ഉയർത്തിയടിച്ചുകൊണ്ട് ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന. ഈ ദിവ്യകാരുണ്യ ആരാധനയുടെ നിമിഷങ്ങളൊക്കെയും ദൈവ സാന്നിധ്യത്തിന്റെ നിമിഷങ്ങളാകുവാൻ പരിശുദ്ധ അമ്മ മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ വലിയ അനുഭവങ്ങൾ, വലിയ രോഗസൗഖ്യങ്ങൾ, ദൈവാനുഭവങ്ങൾ ഈ ആരാധനയുടെ നിമിഷങ്ങൾ ഉണ്ടാകുവാൻ ഇടവരുത്തണമേ എന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധന ആരാധന. ഹല്ലേലൂയ. ജീവജലമായി ജീവനേകണേ അഗ്നിജ്വാലയായി ജ്വലിപ്പിക്കണേ. ജീവജലമായി ജീവനേകണേ അഗ്നിജ്വാലയായി ജ്വലിപ്പിക്കണേ. കൊടുങ്കാറ്റായി നിറയണമേ ആത്മാഭിഷേകം പകരണമേ. കൊടുങ്കാറ്റായി നിറയണമേ ആത്മാഭിഷേകം പകരണമേ. ഉയർത്തി. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ 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 ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന. ഹല്ലേലൂയ. ഈ ആരാധന നയിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ വചനങ്ങൾ, വചനത്തിന്റെ വെളിപ്പെടുത്തലുകൾ, നമ്മുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ ലഭിക്കുവാൻ അങ്ങയുടെ ആത്മാവിനെ അയച്ച് അച്ഛനെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞങ്ങളിപ്പോൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശ്രീഹരിൽ ശക്തിയായി നിറഞ്ഞതുപോ ഉണർവിൻ വരമിൽ നേകണമേ. ശ്രീഹരിൽ ശക്തിയായി നിറഞ്ഞതുപോ ഉണർവിൻ വരമിൽ നേകണമേ. അനുഗ്രഹമായി നിറയണമേ ആത്മാഭിഷേകം പകരണമേ. അനുഗ്രഹമായി നിറയണമേ ആത്മാഭിഷേകം. കൈകൾ ഉയർത്തി. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ശക്തിയോടെ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ 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 ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. സ്വർഗം തുറന്നു നീ പറന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ അഭിഷേകം തരണമേ. സ്വർഗം തുറന്നു നീ പറന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ അഭിഷേകം തരണമേ. കൈകൾ ഉയർത്തി. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ 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 ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ. മഹത്വം മഹത്വം.
ഷെക്കിന ടെലിവിഷനിലൂടെയും ഷാലോം ടെലിവിഷനിലൂടെയും കൃപാസനത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ എല്ലാം വിധങ്ങളായ സമയങ്ങളിൽ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്ന മുഴുവൻ ദൈവ മക്കളെയും ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി ആ മക്കൾ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വചനത്താലും ആ മക്കളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന, ഹല്ലേലൂയ. ജീവജലമായി ജീവനുകളെ അഗ്നിജ്വാലയായി ജ്വലിപ്പിക്കണേ. ജീവജലമായി ജീവനുകളെ അഗ്നിജ്വാലയായി ജീവജലമായി ജീവജലമായി ജീവനുകളെ അഗ്നിജ്വാലയായി ജ്വലിപ്പിക്കണേ. കൊടുങ്കാറ്റായി നിറയണമേ, ആത്മാഭിഷേകം പകരണമേ. കൊടുങ്കാറ്റായി നിറയണമേ, ആത്മാഭിഷേകം പകരണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന, ഹല്ലേലൂയ. വിധങ്ങളായ ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ, ജീവിത ദുരന്തങ്ങളെ അഭിമുഖീകരിക്കുന്ന മക്കളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആന്തരികമായ പരിശുദ്ധാത്മ ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ പുതിയ ജീവിത വഴികൾ അവർക്ക് ഈ ആരാധനയിലൂടെ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന, ഹല്ലേലൂയ. യേശുവേ നന്ദി. ശ്രീഹരി ശക്തിയായി നിറഞ്ഞതുപോ ഉണർവിൻ വരമിന്നേകണമേ. ശ്രീഹരി ശക്തിയായി നിറഞ്ഞതുപോ ഉണർവിൻ വരമിന്നേകണമേ. അനുഗ്രഹമായി നിറയണമേ, ആത്മാഭിഷേകം പകരണമേ. അനുഗ്രഹമായി നിറയണമേ, ആത്മാഭിഷേകം പകരണമേ. ആത്മാവേ ദാഹത്തോടെ കൈകൾ ഉയർത്തി. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ശക്തിയോടെ ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. 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 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥനായ ദൈവമേ, അങ്ങയുടെ ജീവിക്കുന്ന സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യമുള്ള ഈ ആലയത്തിൽ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയുടെ സമീപം അനേകർ ദൈവത്തെ ഏറ്റുപറയുന്ന, ദൈവാനുഭവം ലഭിക്കുന്ന, സൗഖ്യം നേടുന്ന അനുഭവങ്ങൾ ലഭിക്കുന്ന ഈ അൾത്താരയുടെ സമീപം ആയിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ദൈവാനുഭവത്താൽ നിറയുവാൻ, പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഈ ആരാധന ഒരു കാരണമാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീണാലും
യേശുവിൻ കരങ്ങളിലാ. വീഴുന്നത് തീയല്ല, എൻ യേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, കർത്താവേ, ദൈവികമായി ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ വെളിപ്പെടുത്തലുകളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയം എപ്പോഴും നിനക്ക് വാസയോഗ്യമായിരിക്കുവാൻ, ഉടമ്പടിയിലൂടെ ഒരുക്കപ്പെട്ട ഒരു ഭവനമായി തീരുവാൻ, ഒരു ഹൃദയമായി തീരുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് മാത്രം ഞങ്ങളുടെ ഹൃദയത്തിൽ രാജാവായി വാഴണമേ. അങ്ങയ്ക്ക് മാത്രമുള്ള ഇരിപ്പിടത്തിൽ അങ്ങയുടെ സാന്നിധ്യം പ്രകടമാകുവാൻ, ഞങ്ങളുടെ ജീവിതത്തെ ഒരുക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമെനിക്കനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. 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 എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ മക്കളെ, കൈകൾ നെഞ്ചത്ത്, ഇടത് കൈ നെഞ്ചത്ത്, വലത് കൈ ശിരസ്സിന് വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഓൺലൈനിലുള്ള എൻ്റെ സഹോദരങ്ങൾ ഇതുപോലെ ചെയ്യേണ്ടതാണ്. ഈ പ്രാർത്ഥന ഏത് കാലത്ത് കേട്ടാലും അതുപോലെ ചെയ്യണം. ഉടമ്പടി ധ്യാനം അതിനാധിഷ്ഠിതവും ഉടമ്പടി അടിസ്ഥാനപരമായത് കാരണം ഏത് കാലത്തും വർക്കൗട്ട് ചെയ്യരുത്. നീ അതിൽ വിശ്വാസവും ദൈവസ്നേഹവും അർപ്പിച്ചാൽ മതി. രോഗങ്ങളുടെ മേലും ജീവിത പ്രാരാബ്ധങ്ങളുടെ മേലും സമാശ്വാസം പ്രാപിക്കാനുള്ള പ്രാർത്ഥനയുടെ സമയമാണ്. എല്ലാവരും സ്തുതിക്കട്ടെ, ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ അൾത്താരയിൽ നടന്നിട്ടുള്ള 10,000 ആരാധനയുടെ ശക്തിയാൽ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിൽ അടയാളം കാണിക്കണമേ. അങ്ങനെ ഉന്നതമായ കരബലത്താൽ അടയാളം കാണിക്കണമേ.
കർത്താവ് ഓരോ മകൻ്റെ മേലും മകളുടെ മേലും അങ്ങ് തിരുമുറുപാർന്ന് വലതുകരം ആണിപ്രദാർന്ന് അത്ഭുതകരം വെക്കണമേ. അപ്പാ അങ്ങിപ്പോൾ തന്നെ യേശുക്രിസ്തു നാമത്തിലെ അടയാളം കാണിക്കണമേ. അപ്പാ അങ്ങിപ്പോൾ തന്നെ യേശുക്രിസ്തു നാമത്തിലെ അത്ഭുതങ്ങൾ വർഷിക്കണമേ. അപ്പാ എല്ലാ മക്കള്, തളർന്നു പോയ മക്കള്, വാടിപ്പോയ മക്കള്, ആറിപ്പോയ മക്കള് എല്ലാം പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവിൻ്റെ ശക്തി ഇടിമുഴക്കം പോലെ, അടുപ്പിട പോലെ ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും പതിക്കട്ടെ. എല്ലാ ഉച്ചുമുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ചുമുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും, എല്ലാ പേശികളിലും, എല്ലാ ആന്തരിക അവയവങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. വാതരോഗങ്ങൾ, PCOD രോഗങ്ങൾ, ഫിസ്റ്റുല രോഗങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, പ്രോസ്റ്റേറ്റ് രോഗങ്ങൾ, ഗർഭാശയ രോഗങ്ങൾ, ആമാശയ രോഗങ്ങൾ, കരരോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, എപ്പിലെപ്സി രോഗങ്ങൾ, ഓട്ടിസം രോഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഒരുമിച്ച് സദയം തുടരണേ, സുഖമായി എൻ്റെ ഉള്ളം. കൈകൾ കൂപ്പുക. മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന, ഗർഭിണികളായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന, ഗർഭാശയത്തിൽ തകരാറുള്ള മക്കള്, സിസ്റ്റുള്ള മക്കള്, ഗർഭാശയത്തിൽ ലിക്വിഡ് കൂടുതലായിട്ടുള്ള മക്കള്, ഗർഭസംബന്ധമായ അരിഷ്ടതകളിലൂടെ പോകുന്നവരെ, അവരെല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോ കേൾപ്പിക്കുന്ന സമയമാണ്. വ്യത്യസ്തങ്ങളായ രോഗങ്ങൾക്ക് ചികിത്സയിലിരിക്കുന്നവര്, അവരെല്ലാം പരിശുദ്ധ ഈ ആൾത്താരെ നടന്ന 10,000-കണക്കിന് ഉടമ്പടിയുടെ പിൻബലത്താലാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അന്യരാജ്യങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവര്, വിസ നഷ്ടപ്പെട്ടവര്, കയറിപ്പോരേണ്ടി വരണവര്, കേസിൽ അകപ്പെട്ടിരിക്കുന്നവര്, ജപ്തി നടപടിക്കാര്, സ്ഥലം വിൽക്കാൻ ആഗ്രഹിക്കുന്നവര്, ഭവനരഹിതര്, കുടുംബ കോടതിയിൽ കേസുമായിട്ടിരിക്കുന്നവര്, പിരിഞ്ഞു പോകുന്നവര്, തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവര്, വിവാഹത്തിലുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളിലും വിഷമിക്കുന്നവര് എല്ലാവരും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവേ, നിന്റെ തിരുമുറുപാർന്ന, നിന്റെ ആണിപ്പെടുതാർന്ന അത്ഭുതകരത്താൽ മക്കളെ സ്പർശിക്കണമേ. കർത്താവെ, കരുണ കാട്ടണമേ. നിന്റെ തിരുവിലാലും മുറിവിനെ ഓർത്ത് കരുണ കാട്ടണമേ. നിന്റെ മുൾക്കിടത്തിലെ ചോരപ്പാടുകളെ ഓർത്തുകൊണ്ട് കരുണ കാട്ടണമേ. നിന്റെ മരക്കുരിശിനെ ഓർത്തുകൊണ്ട് കരുണ കാട്ടണമേ. കർത്താവെ, ഞങ്ങളുടെ യോഗ്യത കൊണ്ട് കർത്താവെ, അങ്ങയുടെ യോഗ്യതയാൽ മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ ജീവിത ദുരിതങ്ങളും മാറിപ്പോയിക്കൊണ്ട് ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. സദയം തുടരണേ, സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരണേ, സദയം തുടരണേ, സുഖമായിടും എൻ്റെ ഉള്ളം. മുട്ടനിക്കുക. അച്ഛൻ വിട്ടുപോയ കാര്യങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട മൗനപ്രാർത്ഥനയുടെ സമയമാണ്. ആശീർവാദം.
ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങൾക്ക് കിട്ടിയ ജീവിത അനുഭവങ്ങൾ, ജീവിത സാക്ഷ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെച്ചുകൊണ്ട് അന്ത്യം വരെയും വിശ്വസ്തതയിൽ നിലനിൽക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യ ജീവിതവും പ്രേക്ഷിത പ്രവർത്തനവുമെല്ലാം ഈശോയെ ഞങ്ങളുടെ സമ്പത്ത് പങ്കുവെക്കുന്നതിനേക്കാൾ അപ്പുറം ഞങ്ങൾക്കുള്ള കഴിവുകളും സമയങ്ങളും അത് ആവശ്യമുള്ളവരുമായിട്ട് പങ്കുവെക്കുക എന്നതുകൂടിയാണെന്നുള്ള വലിയ വചന വിചിന്തനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങൾക്ക് കിട്ടിയ കൃപകളെല്ലാം ഈശോയെ അത് ദൈവസ്നേഹത്തോടെ നിന്റെ നാമ മഹത്വത്തിനായി മറ്റുള്ളവർക്ക് കൂടി പങ്കുവെച്ചു കൊടുക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.